നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. പോസിറ്റീവ് തരംഗം മാർക്കറ്റിൽ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിഫ്റ്റി 25,000 മുകളിൽ ക്ലോസ് ചെയ്തു. 25,050 ക്ലോസ് ചെയ്തത്. 69 പോയിന്റിന്റെ ഗെയിൻ ഉണ്ടായി. 0.28% അപ്പാണ്. അതുപോലെ സെൻസെക്സ് 81,857 ഇന്ന് ക്ലോസ് ചെയ്തത്. 213 പോയിന്റിന്റെ ഗെയിൻ ഉണ്ടായി. 0.26% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. FMCG, IT, റിയാലിറ്റി എല്ലാം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ മീഡിയ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. GST റിഫോംസ് അപ്രതീക്ഷിതമായിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ച GST റിഫോംസിന്റെ ആ ഒരു പോസിറ്റീവ് തരംഗം മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. FMCG ഒക്കെ പ്ലസ് ആയത് നമുക്ക് ഇതിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇന്ത്യ ചൈന റിലേഷൻ കൂടുതൽ ദൃഢമാകുന്നത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. റയർ എർത്ത് മെറ്റൽസിന്റെ സപ്ലൈ ഇന്ത്യക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൽകാം എന്ന തരത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യക്ക് ഫെർട്ടിലൈസർ ഒരു ബാൻ ഉണ്ടായിരുന്നു, അതും നീക്കിയിട്ടുണ്ട്. റയർ എർത്ത് മെറ്റൽസ് അതിന് വേണ്ടിയിട്ട് 1345 കോടി രൂപയുടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ രീതിയിൽ ഒരു പ്രോജക്റ്റും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതുള്ള ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. ഇനി മറ്റൊന്ന് അദ്ദേഹത്തിൽ നടക്കുന്ന ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ അത് ഫെഡ് ചെയർമാൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്. എക്കണോമിക് ഔട്ട്ലുക്കിനെ പറ്റിയും ഇനി വരുന്ന മാസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടാവും. ഇത് മാർക്കറ്റ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത് കാണുന്നത്. ട്രംപുമായിട്ട് ഏതാണ്ട് ഉടക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് ഫെഡിന്റെ ചെയർമാൻ ഇപ്പം. മറ്റൊന്ന് നമുക്കറിയാം, റിലയൻസിന്റെ ഒരു 1 GB 1.5 GB ആ പ്ലാൻ താരിഫ് മുഴുവൻ മാറുന്ന റിലയൻസിന്റെ റവന്യൂവിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ബേസിസിൽ ഭാരതി എയർടെലും എല്ലാം കയറിയിട്ടുണ്ട്. ഭാരതി എയർടെലും ഒക്കെ ഈ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ റവന്യൂവിനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ അത്തരം കമ്പനികളെല്ലാം പോസിറ്റീവായിട്ട് നീങ്ങുന്നുണ്ട്. മറ്റൊന്ന്, പുതിയ ഇന്ത്യക്ക് വേറെ പുതിയ താരിഫുകളൊന്നും ഉണ്ടാവില്ല, അതായത് 25% എക്സ്ട്രാ പ്രഖ്യാപിച്ച താരിഫ് ഉണ്ടാവില്ല എന്ന് റഷ്യൻ ഒഫീഷ്യൽസ് പറയുന്നുണ്ട്. അതായത് പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ചയുടെ ഒരു ഔട്ട്കമാണ് ഇതെന്നുള്ള രീതിയിൽ റഷ്യൻ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കമന്റ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ 400ഓളം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വീണ്ടും താരിഫ് കൂട്ടിയിട്ടുണ്ട്. ഇതുവരെ പ്രഖ്യാപിച്ച ആ സ്ലാബിൽ പെടാതെയാണ് ഇത് ഇത്തരത്തിൽ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ അമേരിക്കയിൽ $800 താഴെയുള്ള പാഴ്സലുകൾക്ക് ഉള്ള ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീണ്ടും അതിന്റെ കയറ്റുമതിയിലൊക്കെ മോശമായി ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് രീതിയിൽ യുദ്ധം തീരുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് മൊത്തത്തിലൊരു പോസിറ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ടെക്സ്റ്റൈൽസിന് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി ഒഴിവാക്കിയിരുന്നു, അതായത് കസ്റ്റംസ് ഡ്യൂട്ടിയും സെസ്സും ഒഴിവാക്കിയിരുന്നു. ഇത് ആ സെക്ടറുകൾക്കൊരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സെബി 20% മുകളിൽ ഇൻഡെക്സുകളിൽ ഒരു സ്റ്റോക്കിന് വെയിറ്റ്